ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ಅಪ್ಪ ತೀರಿಕೊಂಡ್ರು. ಆಮೇಲೆ ಅಮ್ಮ ಕೂಡ ತೀರಿಕೊಂಡ್ರು. ನಂತರ ನನ್ನನ್ನು ಮತ್ತೆ ನನ್ನ ತಂಗಿಯರನ್ನು ಬೆಳೆಸಿತು ನನ್ನ ಮಾವ. ಇಲ್ಲಿರುವ ರಾಮಚಂದ್ರ ಅಣ್ಣ ಮತ್ತೆ ನನ್ನ ಮಾವ ಒಳ್ಳೆಯ ಗೆಳೆಯರು. നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടാ. ഓൻ ഈ നാട്ടിൽ ഒരു നിലയും വിലയുണ്ടോളെ. നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടത്. ഇതൊരു നാട്ടുപറയല്ലോളെ. അപ്പുറവും ഇപ്പുറവും ഇല്ല ആളെ കൊണ്ട് പറയിപ്പിക്കണ. ആ കുടുംബശ്രീ രമണിയാറ്റം അറിഞ്ഞാലുണ്ടല്ല അങ്ങനെ എടുത്തിട്ട് വാട്സാപ്പിലിടും. ಅಮ್ಮ ನೀವೇನು ಹೇಳುತ್ತಿದ್ರಿ ಅದು ನನಗಂತೂ ಗೊತ್ತಾಗುತ್ತಿಲ್ಲ. ಏನ ಹೇಳಿದ್ರು ನನಗೆ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ತುಂಬಾ ಇಷ್ಟ. ನನ್ನ ಭಾಗ್ಯ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಿಕ್ಕಿತ್ತು. അത് സാരല്ലേ. ഇത് ആദ്യത്തെ ദിവസമായിട്ടല്ലേ. ഇവിടുത്തെ മൂത്ത പെണ്ണല്ലേ നീ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. എല്ലാരെയും കൊണ്ട് നമ്മ നല്ലതേ പറയിക്കാം. അമ്മ നിങ്ങ എന്ത് നീ കാട് പറയുന്നത്? ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നല്ലേ നോക്ക്. ഏത് ഭാഷയില്? മലയാളത്തിലാ? ഹരിതേ ഹരിതേ ഒരു തോർത്തിങ്ങോട്ട് കൊണ്ടുവാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ഇനി എല്ലാം ഏട്ടീനോട് പറഞ്ഞാൽ മതി. ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന. ശരീനോ ബന്ധരി കണ്ടപ്പോ ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಮ್ಮ ಪುನೀತರವರ ಹಾಗಿದ್ದೀರಾ? കണ്ണാ കണ്ണോ സുധാര ഇന്ന് രാവിലെ തന്നെ എന്തിനാ കണ്ണാ സഖാവിന്റെ വീട്ടത്ത് അമ്മേ അമ്മേ എന്താ ഇതെന്താ തോന്നിയ സ്ഥലം കാണിച്ച് വെച്ചിരിക്കും നിങ്ങള്? എന്നോട് എന്തിനു പറയുന്നത്? നിന്റെ അവളോട് ചോദിക്ക്. എന്റെ അച്ഛൻ കുമാരൻ ഉണ്ടായത് ഇപ്പൊ ഇത് കണ്ട് ചത്തുപോയനെ. ഇപ്പൊ ഇതാണ് വേണ്ട 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 ನಾನು ಚಾಯ್ ತಗೊಂಡು ಬರ್ತೀನಿ. ചന്ദന എന്താ ഇതിന്റെ അർത്ഥം? ചന്ദനല്ലേ? എന്നാലും എന്റെ സുധാര കഴിച്ചിട്ടായില്ലോ. ഇതെന്ത് കഥ? ഈ ഭാഷേന്റെ ഒരു പ്രശ്നമാണ്. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായിക്കോളൂ. എത്ര പറഞ്ഞു കൊടുത്തു? ഇനി ഏത് ഭാഷയിൽ പറയണ്ട്? അത് തന്നെ. എടാ പൊട്ട, ഓക്ക് മലയാളം തീരെ അറിഞ്ഞുവിടറോ? തീരെ ആ തീരെ. ಚಾಯ್ ತಗೊಳ್ಳಿ. കുടിക്കുക. യമുന ഗുഡ് മോർണിംഗ്. ಗುಡ್ ಮಾರ್ನಿಂಗ್. ഇതെങ്ങനെ? ഇത്രയല്ലൂ ഭാഷ എന്നൊരു പ്രശ്നമല്ല കണ്ണാ. നീ ഓളി കൊണ്ടു പുറത്തേക്ക് ഇറങ്ങ്. എടാ ഇപ്പൊ നാട്ടിലെ പാർട്ടിന്റെ വിലയെന്തെന്ന് നിനക്കറിയാം. പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് നീ ഓളി കൊണ്ട് പുറത്തിറങ്ങടാ. കാൺട്രി നാട്ടുകാര് പാർട്ടി നിനക്ക് സെറ്റാക്കി പെണ്ണിനെ എന്തേ വാന്ന് ഈ കാണുന്നില്ലാണ് നമ്മളെ രാജ്യം. വിദ്യ ഒരു 500 രൂപ കേട്ടോ. വൈകുന്നേരം ഇന്ന് കുറിയാന്ന്. ആരാത്? കണ്ണാ ജോറായിട്ടുണ്ടല്ലോ. എവിടെയാ പോകുന്ന എല്ലാരും? ഇങ്ങോട്ട് ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാ പോലെ യമുന. ഞങ്ങള് രണ്ടാളെ പണ്ടുണ്ടല്ലോ. പണ്ടത്തെ കാര്യം പറയണ്ട. ഞങ്ങളെ നാടെല്ലാം ഇഷ്ടായ? ഇഷ്ടായി. ഇനിയൊരു കാര്യം ചെയ്യും, 2 കിലോ കോഴി എടുത്തോണ്ട് എന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. ഓക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇവിടുത്തെ ലോക്കൽ ബിരിയാണി നിങ്ങള് കൂർഗ് ബിരിയാണി. ഞാൻ അടുത്തേക്കാം. ഞാൻ ഒന്നൊന്നും ചോറിഞ്ഞിട്ട് വരാം. അക്കടെ നല്ല ഫാമിലീസിന് പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രം ഉണ്ടോ? കുറച്ച് കാണിക്കുവാ. ഇടിണ്ട്, ഇങ്ങോട്ട് വാ. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചെടുത്തോ. നമുക്കെടുക്കാം. ഇതെടുന്ന പുതിയ ചെക്കനും പെണ്ണും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാവും. ഓനുണ്ടേ ഓനകത്തെടിയോ ഉണ്ട്. ഒന്നേ മോപ്പിച്ചോ. ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പാർട്ടി വിചാരിച്ചാ ഒന്നല്ല ഒരു 100 പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്നു. മതി. ഇത് നോക്കിയേ.
ಅಕ್ಕ ನನಗೆ ಚೂಡಿದಾರ್ ಬೇಡ, ಸೀರೆ ತುಂಬಾ ಇಷ್ಟ. ಅದು ಹಳದಿ ಬಣ್ಣದು. ഇത് നല്ല പാങ്ങുണ്ടാവും നിങ്ങൾക്ക് ഏതിട്ടാലും നല്ല പാങ്ങുണ്ടാവുപ്പാ. ഇതന്നെ എടുത്തോ. ಅಕ್ಕ ಈ ತರದಲ್ಲ, ಇಂತಹದ್ದು ನಾನು ಉಡುವುದಿಲ್ಲ. ಅಕ್ಕ ಬೇರೆ ಸೀರೆ ಅಲ್ವಾ? ಯಾವ ತರದ್ದು ಬೇಕು? ಏ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ವಾ? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ? ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡುತ್ತಾ ಇದ್ದೆ. ಓ ದೇವ್ರೆ, ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು. ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ. ಸರಿ, ನಿಮ್ಮ ಹೆಸರೇನು? ನನ್ನ ಹೆಸರು ವಿದ್ಯಾಧರ. ನಿಮ್ಮ ಹೆಸರೇನು? ಯಮುನಾ. വേണ്ടാരെ കൊറേ പ്ലാനിങ് ഉണ്ട്. ಹೇಗಿದೆ ನಮ್ಮ ಊರು? ಒಳ್ಳೆಯವರು, ಖುಷಿ ಆಯ್ತು. ನೀವು ತುಂಬಾ ಅದೇನು ತೊಂದರೆ ಇಲ್ಲ, ನೀವು ಬನ್ನಿ. ಕನ್ನಡವ ತುಳುವ ಯಾವ ಭಾಷೆ ಬೇಕಾದ್ರೂ ನೀರು ತರ ವ್ಯಾಪಾರ ಅಲ್ವಾ ಕೆಲ್ಸ. കോയി എന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ബിരിയാണി വെക്കണ്ടേ? നിന്നെ വെച്ച് തിന്നോ? ನೀವು പരವಾಗಿಲ್വേ? ತುಂಬಾ ಹುಷಾರು. ഇത് നമ്മുടെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിട്ടാ ഓർ വാങ്ങുന്നതല്ലേ. മോളെ നമുക്ക് ടൗണിൽ നിന്ന് വേറെ നല്ലത് വാങ്ങിക്കാം. ഇവിടുത്തെ ഒന്നും കൊള്ളൂല. ഇത് വേണ? ഇത് എത്രയാ? ഓരോന്നും പരീക്ഷിച്ച് കാണിച്ച് അടുത്തന്നെ നിന്നോളൂ. ഇതല്ല 650. വാ വിട്. മുത്തുമണി എവിടെയാണ്? ധനേഷേട്ടാ, ഒരു 50 റുപ്യ റീചാർജ് ആക്കി തരുമോ? അതെല്ലാം ഞാൻ ചെയ്തരാ. നീ ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടില്ലത്? പച്ച ചുരിദാറ്? ഞാൻ പറയൂല. എന്നാ പറ, എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ. പറയാറോ? ഇല്ല. ഞാനല്ല ചോദിക്കുന്നത്, എന്നോട് പറ. ആ, നീ എന്ന് കളിക്കുന്നത്? ഞാൻ ഒരു മൂളായി വരെയുന്നു പറഞ്ഞേ. ഇല്ല. നീ ഒന്ന് പറ. ആന്നുവച്ചാ ആന്നുവച്ചാ ഓ, നിങ്ങള് ജിമ്മിലാണുള്ളത്? അതായി ഫോൺ വിളിച്ചടാ. നീ ഇട്ട ഒരു കളി കളിക്കാലോ. മതി തേങ്ങ അരച്ചത്. എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഉച്ചക്ക് തിന്നാ നിനക്ക്? എന്നാന്ന് ചക്കക്കുരു തന്നെയല്ലേ, എനക്കെങ്ങും വേണ്ട. ഗ്യാസാണ്. ചക്കക്കുരി തന്നെ ഗ്യാസല്ലേ? ನೋಡಿ ಅಮ್ಮ, ನಾನು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಎಲ್ಲಾ ಚೂಡಿದಾರು ಚಿಕ್ಕದಿದೆ. എന്തോളെ, എന്തായാലും കഴിഞ്ഞില്ല നിനക്ക്? ಇದು ನನಗೆ ಹಿಡಿಸುವುದಿಲ್ಲಮ್ಮ. ಹರಿದ ಬಾ ನನ್ನ ಜೊತೆ, ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗೆಯೋಣ. ಬಾ ಹರಿತ, ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗೆಯೋಣ. എന്നമ്മേ ഹലോ ഏട്ടാ, കട പൂട്ടിക്കോ പൂട്ടിക്കോ, ഹർത്താലാന്ന്. ഹർത്താലി കണ്ണേട്ടാ, ഹർത്താല പൂട്ടിക്കോ. ഹർത്താൽ എന്തിന്? ടൗണിൽ പ്രതിമ ഒളിച്ചു നിറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആണാ? എടാ പൂട്ടിക്കോ, എല്ലാം ആൾക്കാർ കൂടും. നമുക്ക് കൂടി തന്നിട്ട് ഷട്ടർ എടുപ്പാ. തരാം തരാം. ഇതും കൂടെ കൊടുത്തു വിട്. എന്നാ ചോരം തരുന്ന മനുഷ്യൻ. യമുന യമുന കരുതേ യമനെ എല്ലാരും പോയി. അമ്മേ, ഇതാരുല്ലേ? ആ എല്ലാരും ഇവിടെ പോയി. ഒരു അനക്കമില്ലല്ലോ. അനക്കൂലെന്നാ? ഇതുവരെ ഒരു ബഹളായിരുന്നല്ലോ. ചുരിദാറിന് നീളം പോരാ, കളറില്ലാന്ന് പറഞ്ഞിട്ട്. ആ, ചുരിദാറിന് നീളം പോരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എല്ലാം കെട്ടിപ്പറിക്കിട്ട് ആ വിദ്യാധരന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട്. ആ, ഞാനിട്ടല്ലേ ഇവിടെ വാടിനെ പോലെ പണിയെടുക്കാൻ. ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ തന്നെ. പിന്നെ കൊണ്ടുവന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂലല്ലോ. പോയാ പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് പറഞ്ഞു? നീ
ಗೊತ್ತಿದೆ ನಿಮ್ಗೆ ಅಲ್ವಾ? ಒಳ್ಳೆಯವ್ರನ್ನು ಸಿಕ್ಕಿತಲ್ವಾ? ನಾನೇನು ಮಾಡಿಲ್ಲ ರೀ. ನನಗೆ ಚೂಡಿದಾರ್ ಇಷ್ಟ ಆಗಿಲ್ಲ, ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ. അത് ഓർക്ക് ചുരിദാർ വേണ്ട സാരി മതി. ഈ ഹർത്താൽ ദിവസം തന്നെ ഇങ്ങോട്ട് കെട്ടിയിടക്കേണ്ട കാര്യം എന്താ? ഏട്ടൻ വിട്ടേ ചൊറയാക്കാണ്ട് ഞങ്ങൾ പോയിക്കോളാം. അത് കടക്ക്. മതി മതി മതി, വെള്ളം വേണ്ട. വെള്ളം വേണ്ട. ഈ കന്നഡ വലിയ പ്രശ്നം തന്നെയാ. ഇതിപ്പോ എങ്ങനെയാ പഠിക്കുക? കന്നഡ പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. വിദ്യാധരന്റെ അടുത്ത് പോയി പഠിച്ചാ പോരെ? ഏതാ വിദ്യാധരന്റെ ബുദ്ധി കൂടുതൽ അവിടുത്തെ കഷ്ടപ്പാട്. അതിനിടയ്ക്ക് വിദ്യാധരന്റെ അടുത്ത് പോയി പഠിക്കുക. അതിലും നല്ലത് ഓളെ മലയാളം പഠിപ്പിച്ചാ പോരെ? ആര് പഠിപ്പിക്കൂ? ഞാൻ പഠിപ്പിക്കും. ഒന്ന് പുഴാന്ന് പറഞ്ഞേ. പോയാ മതി. നീ ഓനെ പഠിപ്പിക്കൽ വിട്. നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടാ? നീ വലിയ ലോക്കൽ കമ്മിറ്റിയുടെ കൊണ്ടാണ്. എടാ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കണ്ടാ. എടാ പെണ്ണിട്ടാണ് കഷ്ടപ്പെട്ട് നോക്കും. മലയാളം അറിയോ ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റുമോ? എടാ മലയാളം അറിയാത്താണല്ലോ എടുത്ത പ്രശ്നം. നിനക്ക് നോക്കോട്ടെ, ഞാൻ മാത്രം എന്റെ ഞാൻ എനക്ക് നോക്കിയെന്ന് ശരിയായിട്ടില്ല. നീ വെറുതെ എനക്കൊരു കാര്യം പറയാണ്ട്. മിണ്ടല്ലാടാ അടുത്ത്. ഞാൻ ഓളെ എങ്ങനെ ഒന്ന് വാച്ചെടുക്കൂന്ന് പറ. മോനെ കണ്ണോ, നേരാവണ്ണം മലയാളം അറിയുന്ന പെണ്ണിനെ എനിക്ക് വളക്കാൻ പറ്റത്തില്ല. പിന്നെ കന്നഡ അറിയുന്ന പെണ്ണിന ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സമാധാനം ഞാൻ ഉണ്ടാക്കുന്ന എന്നത്തെ തരേശം നിനക്ക് വേണ്ട? നീ കണ്ട് പെണ്ണുങ്ങളുടെ കാര്യം പറയാൻ നിൽക്കറ. ഏതാണ് എനിക്ക് കേൾക്കണ്ട? എനിക്ക് പോടുന്നു ഓരോ പ്രശ്നങ്ങൾ ഇടയിൽ കൂടെ വന്നിട്ട്.